ഇവിടെ ഒരാളെ ഉറക്കാനായിട്ട് വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ കൊടുത്തേക്കുവാണ്. വല്യപ്പൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. വല്യമ്മ ഉറങ്ങിയോ? വല്യമ്മ ഉറങ്ങിയില്ല. എന്നോട് ഡാഡി 2-3 പ്രാവശ്യം ഉറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് നീ ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഡാഡി പോലെ 4 പ്രാവശ്യം ഉറങ്ങിയിട്ട്. എന്നിട്ട് ഇവള് ഉറങ്ങിയില്ലേ? അവള് ഉറങ്ങിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നീ എന്നാ പെണ്ണ ഉറങ്ങാത്തെ? നീ എന്നാ പെണ്ണ ഉറങ്ങാത്തെ? മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കേ. കൊഞ്ചി കുറേ കിടക്കുവാണ്. തുള്ളി തുള്ളി നടക്കല്ലേ. ഇതെന്നാടി അവളുടെ ചവിട്ടെന്ന് പറഞ്ഞ കാലിന്റെ അടിയിലൊന്നും പോയി പെട്ടേക്കരുത്. പാല് കുടിക്കുന്ന എനർജി മൊത്തം നീ തുള്ളി തുള്ളി കളയുവാണോ? അതല്ല, ഞാൻ അവൾക്ക് കുറച്ച് ട്രെയിനിങ് കൊടുക്കണ്ടാവും. നമുക്ക് കുച്ചിപ്പടി പഠിപ്പിച്ചാലോ? അമ്മായിമ്മയും പോട്ടെ, അമ്മമ്മേനെ ഒന്നും മര്യാദ പഠിപ്പിക്കാനായിട്ട് ഞാൻ കൊച്ചിനൊന്ന് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഈ പ്ലേറ്റിനകത്ത് കയറി എന്നുള്ള ഡാൻസ് ഇല്ലേ, അതല്ലേ കുച്ചിപ്പടി? എന്നിട്ട് സൗണ്ട് തന്നെ ഇങ്ങനെ പിക്കി പിക്കി എന്നിരിക്കണേ. ഇങ്ങനെയാന്നൊക്കെ കഴുത്തിന് പിടിച്ചാരെങ്കിലും കഴുത്തിന് പിടിച്ച് പെട്ടെന്ന് പാല് കുടിച്ച്. എന്നിട്ട് വലുതാകണ്ട നോക്ക്. വലുതായിട്ട് വലിയ അച്ഛനും അമ്മമ്മയ്ക്ക് നിന്നെ കെട്ടിച്ചോട്ടണ്ടേ? എന്നാ തുള്ളലാടി ഇത്? അവളിപ്പോ പണ്ടത്തെ പോലെയൊന്നുമല്ല. അവൾക്ക് ഇച്ചിരി കുടിക്കും, അത് കഴിഞ്ഞ അവള് ഒരു സൈഡിൽ കൂടെ ഒഴുക്കി കളയാ അവള് പാല്. പിന്നെ വേണ്ടെന്ന് തോന്നിയാൽ പിന്നെ അവള് കുടിക്കുകയില്ല. നാക്ക് വെച്ച് തട്ടി വിടും. കള്ളിപ്പെണ്ണ കള്ളിപ്പെണ്ണ കണ്ടോ എന്നെ ചവിട്ടാ ചവിട്ടണേ. അവള് കുടിക്കുന്നുണ്ടോ? അത് ചുമ്മാ വായിൽ വെച്ചോണ്ടിരിക്കണോ? മാറ്റിക്കാമേ അത്. അമ്മമ്മയുടെ കൈ കഴിച്ചു അവളെന്ത് വലിയ കാര്യം പറയാൻ വരുവാണേ. പോരട്ടെ, പറ. മൊബൈലും മീശയൊക്കെ പറിച്ചു. വയറിന്റെ തന്നെയാണല്ലോ ചവിട്ടണ നീ. അവൾ ചില സമയത്ത് ഒത്തിരി വർത്താനം പറയുന്നതാണ്. ഇപ്പം നമ്മളൊന്നും മിണ്ടാതെ ഇരുന്നിട്ട് അവള് ഒന്നും പറയുന്നില്ലല്ലോ. എന്നാന്ന് പാല് വേണോ? ഇച്ചിരൂടെ പാല് വേണോ? പനിയുടെ ക്ഷീണം തോന്നുന്നു. ഇച്ചിരൂടെ പാല് കൊടുത്താൽ നീട്ടിയാ പോരോന്നൊക്കെ വന്നുണ്ടോ? വന്നുണ്ടോ? അവള് ഉരുണ്ടുരുണ്ടതേ അമ്മമ്മയുടെ വയറിൻ്റെ അടിയിലോട്ട് പോവാ ഉറങ്ങാനായിട്ട്. അവിടെയാ സുഖം. നമ്മുടെ വയറൊരു വീക്ക്നെസ് ആവശ്യം. ഏതാ നീ നോക്കണേ? ഭയങ്കര ഇതായി പോലെ അമ്മയുടെ കള്ളിപ്പല്ല. മമ്മി എന്നായിരുന്നു പരിപാടി? ഇവക്ക് വാഴക്ക വെച്ചിട്ട് ഞാൻ അരിഞ്ഞ് ഉണങ്ങാൻ വെച്ചേക്കുക. ഞാൻ കുറച്ച് ഡാഡിയെ കൊണ്ട് അരിയിപ്പിച്ച എൻ്റെ അതിൻ്റെ തൊലി പൊളിച്ചിട്ട് എൻ്റെ കൈക്ക് കണ്ടോ, കൈക്ക് കറയായി. കൈക്കിടെ ഇവിടെ സൈഡ് വേദനയാ. എൻ്റെ കറയൊക്കെ പറ്റിയിരിക്കുന്ന കണ്ടോ? അധ്വാനിക്കുന്ന പണിയെടുക്കുന്ന. അതെ അതെ. നീ 5-6 കാ വറുത്ത് തിന്നോന്നുണ്ട്. അതെ, എന്നെ കൈക്ക് കഴിഞ്ഞെടുക്കാൻ ഈ സൈഡും കൊണ്ട് നമ്മളിങ്ങനെ ഞുള്ളി പൊളിച്ചപ്പോഴേ കത്തിക്ക് വരഞ്ഞിട്ട് ഞാൻ പൊളിക്കില്ലേ. ഞാൻ പറയാൻ ഒരു വാഴക്കല അവള് ചുമ്മാ വെച്ചോണ്ടിരുന്നുണ്ടോ? അതന്നെ 10-20 കിലോ ഉള്ള വലിയൊരു വാഴക്കലയായിരുന്നു. അതിന് വിൽക്കണമെന്ന് പറയാണ്ടിരുന്ന. അപ്പം ഞാൻ വെട്ടി പൊത്തുന്ന താഴേക്ക് പോയി. അപ്പനാ പോലെയോ? കൊല പോയില്ല. പിന്നെ എങ്ങനെയാ കൊലയെല്ലാം ചാഞ്ഞു പോയി മുകളിൽ കീറ്റില്ല വെട്ടിയത്. നിനക്ക് വാഴ വെട്ടണ എങ്ങനെയാണെന്നറിയാം. എനിക്കറിയാം. പിന്നെ അറിയാം എന്താ എവിടേക്കാണ് അവരെ വെട്ടിക്കൊണ്ടു. മമ്മി വാഴ കയറിയിരുന്ന് വെട്ടല്ലേ. അതിങ്ങനെ ചാഞ്ഞു വന്നപ്പോഴല്ലോ ഈ വില്ല് കൊലയാനേ ആ പെടലെ മുഴുക്കി ഇനി താഴ്ത്തിക്കാടി ചെരിഞ്ഞു വന്നപ്പോഴേ പിടിക്കാനായിട്ട് എനിക്കിപ്പോൾ ഒരു കയ്യിലും അകത്തിയും ഇങ്ങനെ ചാഞ്ഞു വന്നപ്പോൾ ഈ തെങ്ങിൻ്റെ ഇടക്കാതെ നിന്ന്. അപ്പോൾ അത് ചെരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ആ വലിയ അത്രയും വലിയ പെടലയല്ലേ
അതും ഇരിഞ്ഞു പോയി, കുറേ എണ്ണം താഴത്തേക്ക് പോയി. മതി നീ പോ, വിട്ടേരെ. കയ്യാണോ തിന്നണം കുഞ്ഞ്? ആരെയാ നോക്കണേ?